ഇവിടെ എല്ലാ മൃഗങ്ങൾക്കും ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. ഈ ബേക്കറി സാധനങ്ങൾ കൊടുക്കും. ഈ നായക്കൾക്ക് ഈ നായയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയിക്കണ്. ഈ കണ്ണിന് എന്തോ ഒരു അസുഖം പിടിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയിക്കണ്. അപ്പൊ ചെറിയൊരു അസുഖം ഉണ്ട്, ചീറ്റലും ഉദിക്കലൊക്കെ ഉണ്ട്. അല്ല തൊള്ളാട്ട് നോക്ക്. ഹൈ. അപ്പൊ നമ്മളിപ്പോ എനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുക. ഇതിന് ഭക്ഷണം ആരും എവിടുന്നും കൊടുക്കില്ല. പിന്നെ മാത്രമല്ല പുലർച്ചെ ആയി കഴിഞ്ഞാൽ ഒരു 10-20 അണ്ണാൻ ചിലച്ചാട്ടി കിളികളും അണ്ണാനും മയില് കുയില് മറ്റേ വാലാട്ടിക്കിളി അങ്ങനെ പുലിയൊന്നും ഉണ്ടാവില്ല. എലി പെരിച്ചായി പൂച്ച കടുവ കാട്ടിലാണല്ലോ, ഇങ്ങോട്ട് വരില്ല. നായ്ക്കൾ വരും. അപ്പൊ കുറുക്കൻ അത് രാത്രിയാണ് കുറുക്കൻ വരും. പരുന്ത് അങ്ങനെ അനവധി നിരവധി മൃഗങ്ങൾ, പാമ്പ് അതും വരും. അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക. ഈ നായക്ക് ഭക്ഷണം കൊടുത്തോണ്ട് ഒരു തെറ്റുമില്ല. കാരണം എന്താ വെച്ചിട്ട് ഇതിന് വയ്യ, ഇതിന് സുഖമില്ല, പാവാണ്. അപ്പൊ ഇങ്ങനെ മണത്ത് വരും. എന്നിട്ട് കുറച്ച് തിന്നും. എന്നിട്ടൊന്ന് ഒരു അംഗം കട്ടിന് ആഞ്ഞടിക്കുന്ന തിരമലകളെ പോലെ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ പോലെ, അങ്ങാടിമുറ്റത്തെ കുരുമുളക് പോലെ വാശിയുള്ള മത്സരങ്ങളുമായി മുന്നോട്ട് വരുന്ന ഈ രണ്ട് മൃഗങ്ങളുടെ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ അരങ്ങേറുകയാണ്. നായക്ക് കാവലുമായി പൂച്ച, പൂച്ചക്ക് കാവലുമായി നായ. രണ്ടും സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മൃഗങ്ങളാണ്. ഏത് ടൈമിലും അടിപതറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നായയുടെ തീറ്റ കഴിഞ്ഞാൽ പൂച്ച തിന്ന എന്നുള്ള ഒരു മോഹമാണ്. ആ മോഹം ഉണ്ടാവില്ല. കാരണം നായെല്ലാം തിന്നു കഴിഞ്ഞ് ഇജ്ജ് എന്ത് കാത്തിട്ടാണ് കുത്തിരിക്കുന്നത്? പൂച്ച തിന്നോ?